ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ ഒരു ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ എങ്ങോട്ടാണെന്നറിയോ പോകുന്നത്? ഇത് നക്ഷത്ര തടാകമാണ്. അതായത് നമ്മുടെ മലയാറ്റൂർ പള്ളിയുടെ താഴ്വാരത്തിലുള്ള ഒരു തടാകമാണ്. അത് ക്രിസ്മസ് സമയങ്ങളിൽ ഇതേപോലെ മുഴുവനും നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കാരഭരിതമായിരിക്കും. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. നോക്കൂ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ, പാർക്കിംഗ് സ്പേസ് നോക്കി നടക്കുവാണ്. പക്ഷെ ആ സമയത്ത് പോലും അവിടെയുള്ള ഭംഗിയൊന്നും നമുക്ക് കണ്ടു നോക്കി. എന്തൊരു രസമാണെന്നറിയോ കാണാനായിട്ട്. ഈ ഒരു തടാകം മുഴുവനും ചുറ്റും നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചേക്കുവാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു, ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഒരു 25,000 നക്ഷത്രം എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളെ റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ തടാകത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അതിന് ചുറ്റും ഇതേപോലെ നക്ഷത്രങ്ങളാണ് ആ ചുറ്റും തൂക്കിയിരിക്കുന്ന. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ തടാകത്തിന്. അതിൻ്റെ ചുറ്റുമുള്ള മരങ്ങളിലെല്ലാം ഇതേപോലെ പച്ച മഞ്ഞ ലൈറ്റുകൾ കത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചുറ്റും 2 വരിയിലായിട്ട് നക്ഷത്രങ്ങൾ, പച്ച മഞ്ഞ പിങ്ക്, അങ്ങനെ ഒരുപാട്. നമുക്കിത് വണ്ടി പാർക്കിംഗ് സ്പേസ് കിട്ടി കേട്ടോ. അടിവാരം എന്ന് പറയുന്ന ഒരു ബോർഡുണ്ട്, അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നോക്കുമ്പോൾ തന്നെ നോക്കൂ, തടാകത്തിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ച നമുക്ക് കാണാം. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. ഇത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സൗന്ദര്യമാണ് കേട്ടോ. പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് മലയാറ്റൂർ പള്ളിയുടെ അടിവാരത്തുള്ള ഈ ഒരു തടാകത്തിൻ്റെ ചുറ്റുമുള്ള ക്രിസ്മസ് കാഴ്ച. അതിമനോഹരമാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ ദിവസം തൊട്ട് ഡിസംബർ 31 രാത്രി 12 മണി വരെയുമാണ് ഈ അലങ്കാരങ്ങൾ ഇവിടെ ഉള്ളത്. എന്തു മനോഹരം എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറമാണിത്. ആ ഡിസംബർ 31 രാത്രി 12 മണിക്കാണ് ഇവിടെയുള്ള പപ്പാഞ്ഞി, അതായത് സാന്താക്ലോസിനെ കത്തിച്ച് ഇതിനൊരു സമാപനമാവുകയും ചെയ്യും. അപ്പം നമുക്കിതേ കാഴ്ചകളിലേക്ക് കടക്കാം. ഇവിടെ മുഴുവനും കടകളും ആൾത്തിരക്കും എല്ലാമാണ്. ഭയങ്കര ലൈവ്ലിയാണ്. എന്നാലും ഞാനൊരു സെൽഫി എടുക്കാൻ മറന്നില്ല കേട്ടോ. നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ ഒരു കടയുടെ വാതിക്കൽ ഭയങ്കര ഒരു ആൾക്കൂട്ടമുണ്ട്. അത് എന്താണെന്നറിയാൻ നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു ഡാൻസ് നടക്കുക. 2 കുട്ടികളാണ്. കുട്ടികളെന്ന് വെച്ചാൽ ടീനേജേഴ്സാണ്. അവർ ഈ കടയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ കൂടിയാണ് കേട്ടോ. അവർ നല്ല രീതിയിൽ ബിസിനസ്സിൻ്റെ ഒരു പ്രൊമോഷൻ, അവരുടെ മനസ്സിലൊരു ഐഡിയയാണിത്. കുലുക്കി സർബത്താണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതെല്ലാം ഓരോ സിനിമാ പാട്ടിനനുസരിച്ചിട്ടാണ് ഡാൻസും അതേപോലെ തന്നെ കുലുക്കുന്നത്. ഇതിൽ പാട്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ മ്യൂസിക് തന്നെ ഇടുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ആളുടെ ഓർഡറാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. അവർക്കത് കൊടുത്തു. അപ്പം ഞാനും ഓർഡർ ചെയ്തു കേട്ടോ, ഒരു മിക്സഡ് ഫ്രൂട്ട് കുലുക്കി. അപ്പം എനിക്കുള്ളതാണ്. ഈ പാട്ട് ഏതാണെന്നറിയോ? ഡിങ്കിരി 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 പട്ടാളം, ഡിങ്കിരി പട്ടാളം. ആ പാട്ടാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ പാടുന്നതാണ്. ശരിക്കും ആ പാട്ടാണ് അവിടെ ഭയങ്കര സൗണ്ടിലിട്ടേക്കുന്നത്. അപ്പോൾ അതിന് യോജിച്ച തരത്തിലുള്ള ഡാൻസാണ് കേട്ടോ ഈ കുട്ടികൾ ചെയ്തത്. നല്ല രസമാണ്. ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അവർക്ക് ശരിക്കും ഒരു എന്താ പറയുക, ഭയങ്കര ഹാറ്റ്സ് ഓഫ് എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു ഐഡിയയിൽ ഒരുപാട് ആൾക്കാരെ കടയുടെ ചുറ്റുമുണ്ട്. വന്നവരെല്ലാവരും കുലുക്കി വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കുള്ള കുലുക്കി ഇങ്ങനെ സ്റ്റൈലായിട്ട് ഡാൻസൊക്കെ ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, കണ്ടോളൂ. നമുക്കിതേ കുലുക്കി കിട്ടി കേട്ടോ. ഒന്ന് കുടിച്ച് നോക്കട്ടെ. നന്നായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ചെറുനാരങ്ങയുടെയും ചെറിയൊരു മുളകിൻ്റെയും അതുപോലെ തന്നെ ആ മുളകിൻ്റെ ചെറിയൊരു എരിവും അതുപോലെ നല്ലൊരു പുളിപ്പും നല്ല മധുരമൊക്കെ നല്ല സൂപ്പർ കുലുക്കി. നന്നായിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചു. പിന്നെ നേരെ നടക്കുവാണ് നമ്മുടെ എക്സിബിഷൻ കണ്ടുകൊണ്ട്. നമ്മൾ നടക്കുന്ന ആ ഒരു വഴി പോലും സത്യം പറഞ്ഞാൽ നമ്മൾ മറന്നു പോകും. അത്രയ്ക്ക് ഭംഗിയുള്ള കാഴ്ചകളാണ് ആ ഒരു തടാകത്തിന് ചുറ്റുമുള്ളത് കേട്ടോ. ഈ കടകളെല്ലാം ഈ തടാകത്തിൻ്റെ സൈഡിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ആ കടകളുടെ മുന്നിൽ കൂടി ആ നക്ഷത്രത്തിൻ്റെ മാലകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗം പോലും വിടാതെ തടാകത്തിൻ്റെ ചുറ്റും നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ രീതിയിലാണ് ഇവിടുത്തെ അലങ്കാരങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ കരിമ്പിൻ ജ്യൂസിൻ്റെ കടയുണ്ട്. അപ്പോൾ കരിമ്പിൻ ജ്യൂസ് കണ്ടറിയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരിമ്പിൻ ജ്യൂസ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കരിമ്പിൻ ജ്യൂസും വാങ്ങിച്ചു. അപ്പോൾ നല്ല അടിപൊളി കരിമ്പിൻ ജ്യൂസാണ്. അതേ നോക്കൂ, അത് കുടിച്ച് നോക്കി.
നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചു. അപ്പോൾ ഇങ്ങനെ എക്സിബിഷനൊക്കെ പോകുമ്പോഴേ നല്ല രസമല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ കഴിച്ചും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളെങ്ങനെ അറിയത്തേയില്ല നമ്മൾ നടന്ന് പോകുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ആ നക്ഷത്രങ്ങൾ ഇങ്ങനെ അലങ്കരിച്ചേക്കുന്നത് കൊണ്ട് ആ തടാകത്തിന് ചുറ്റും തന്നെയാണ് ഈ കടകൾ വരുന്നത്. അതുകൊണ്ട് കടകളുടെ മുമ്പിൽ കൂടി നക്ഷത്രങ്ങൾ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഇങ്ങോട്ട് മറ്റേ ബജ്ജിക്കടയുണ്ട്. ഒരുപാട് വെറൈറ്റി ബജ്ജിയാണ്. മുട്ട ബജ്ജിയുണ്ട്, മുട്ട ബജ്ജി തന്നെ കാടമുട്ടയുടെ ബജ്ജിയുണ്ട്, അല്ലാത്ത നമ്മുടെ കോഴിമുട്ട ബജ്ജിയുണ്ട്, പിന്നെ മുളക് ബജ്ജി, കായ് ബജ്ജി, അങ്ങനെ എല്ലാ വെറൈറ്റി ബജ്ജി അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഒരു പ്ലേറ്റ് മുളക് ബജ്ജിയും ഒരു പ്ലേറ്റ് മുട്ട ബജ്ജിയും വാങ്ങിച്ചു. അപ്പോൾ അത് നീ നല്ല ചട്നിയൊക്കെ ഒഴിച്ച് ചേട്ടൻ തരുന്നുണ്ട്. അതും അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കൊള്ളാം, അടിപൊളി. അതൊക്കെ കഴിച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ കാഴ്ചകൾ കണ്ട് മുന്നോട്ടേക്ക് നടക്കുമ്പോഴെല്ലാം സുന്ദരമായ കാഴ്ചകൾ തന്നെയാണ്. ഇതുപോലെ പച്ചക്കറികൾ, അത് ക്യാരറ്റ്, അതുപോലെ തന്നെ വെള്ളരിക്ക, അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചന മസാലയുണ്ട്, എല്ലാ സ്ഥലത്തും കണ്ടു കേട്ടോ. ചന മസാല ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചാട്ട് മസാലകൾ, കപ്പലണ്ടി, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ കുറച്ചൊരു മുന്നോട്ട് പോയപ്പോൾ ഞാൻ കണ്ടത് ഇതേ ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആർട്ടിഫിഷ്യൽ പൂക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു കേട്ടോ. ഒരു ബ്രൗൺ ആ കളറിനൊക്കെ ഒരു തണ്ടിന് 30 രൂപയാണ്. അതേസമയം റോസപ്പൂവിൻ്റെ തണ്ട് കണ്ടു, അതിന് 50 രൂപയാണ്. കുറച്ചൊരു മുന്നോട്ട് പോകുമ്പോഴത്തേന് നല്ല ഭരണികൾ, നമുക്ക് ഉപ്പ് അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ പറ്റി നല്ല നല്ല ഭരണികൾ, അതിൽ കപ്പ്, അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ഈ സൈഡിൽ കാണുന്നത്. പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് കാണുന്നത്. പിന്നെ നേരെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത്, നമ്മുടെ മുന്നോട്ട് പോകുമ്പോൾ ഒന്നല്ല കേട്ടോ, നമ്മുടെ എപ്പോൾ നോക്കിയാൽ നമ്മൾ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തടാകത്തിൻ്റെ സൈഡ് മൊത്തം ചുറ്റുപാടും കാണുന്നത് ഇതേപോലെ നക്ഷത്രങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഈ ഒരു നടപ്പാതയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ആ സൈഡിൽ കാണുന്ന കാഴ്ചയാണ്. ഈ അറ്റം തൊട്ട് എനിക്ക് തോന്നുന്നു കണ്ണെത്താ ദൂരത്തോളം ഇതേപോലെ തടാകത്തിന് ചുറ്റും നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കാരഭരിതമായ കാഴ്ചയാണ് നമ്മൾ പോകുമ്പോഴെല്ലാം കാണുന്നത്. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. നേരെ മുകൾ ഭാഗത്ത് നമ്മുടെ തലേൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ തന്നെയാണ്. ഇത് തന്നെയാണ് ഈ ഒരു തടാകത്തിൻ്റെ ഈ അറ്റം തൊട്ട് ചുറ്റും ഇതിങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്ത് വന്നേക്കുവാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡും. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ഇത് തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് ഈ തടാകത്തിൻ്റെ അപ്പുറം സൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും നടക്കുവാണ്. അപ്പോൾ നമ്മുടെ എക്സിബിഷൻ കണ്ട് അങ്ങനെ നേരെ മുന്നോട്ട് നടക്കുമ്പോൾ ഇതേപോലെ കണ്ടോ ഒരുപാട് കടക്കാർ, അതുപോലെ ഒരുപാട് ആളുകൾ ഈ മനോഹരമായ ദൃശ്യം ആസ്വദിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നടന്ന് നമ്മുടെ എക്സിബിഷൻ നടക്കുന്ന സെൻറ്ററിൻ്റെ സൈഡ് ഭാഗത്തേക്ക് എത്തി. അവിടുത്തെ ഇതുപോലെ ഒരു കപ്പൽ, നമ്മൾ എല്ലാ എക്സിബിഷൻ സെൻറ്ററിലും കാണുന്ന തരത്തിലുള്ള ഓരോ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. അത് നല്ല ഊഞ്ഞാല് പോലെ ഇങ്ങനെ ആടുന്നത് കണ്ടിട്ടില്ലേ, അതുണ്ട്. പിന്നെ ആ ഒരു ഭയങ്കര വലിയൊരു കറങ്ങുന്ന ഒരു മെഷീൻ പോലെ ഉണ്ടല്ലോ, അതുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടുത്തെ എക്സിബിഷൻ സെൻറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ബാക്ക് സൈഡിലായിട്ട് വലിയൊരു സാന്താക്ലോസിനെ വെച്ചിട്ടുണ്ട്. അതായത് ഡിസംബർ 24 രാത്രിയാണ് ഈ സാന്താക്ലോസിനെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇത് ഡിസംബർ 31 രാത്രി 12 മണിക്ക് ഇത് നമ്മുടെ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സാൻഡിനെ കത്തിക്കുന്നതോട് കൂടിയാണ് ഇവിടുത്തെ, അതായത് മലയാറ്റൂർ താഴ്വാരത്തിലെ ഈ ഒരു മനോഹരമായ നക്ഷത്ര തടാകത്തിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ സമാപനമാകുന്നത്. എക്സിബിഷൻ സെൻറ്ററിലെ സാന്താക്ലോസിനെയും കണ്ടത് നേരെ നോക്കിയപ്പോൾ കാണുന്നത് ഒരു വലിയൊരു ചിമ്പാൻസി ഇതേത് ബൈക്ക് ഓടിക്കുന്നു. ഇത് എന്താണ് എന്നിങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നക്ഷത്ര തടാകത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ വെൽക്കം ചെയ്യാനായിട്ടാണ് ഇവിടെ ചിമ്പാൻസിയെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നക്ഷത്ര തടാകം എന്നൊരു ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഇതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ആകാശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഫുൾ കാണുന്നത് ലൈറ്റുകളാണ്. ഇതുവരെ നമ്മൾ നടന്നു വന്നപ്പോൾ അങ്ങനെ ലൈറ്റുകൾ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ടിട്ടില്ലായിരുന്നു. സൈഡിൽ മുഴുവനാണ് സ്റ്റാർസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു നമ്മുടെ ചിമ്പാൻസിയെ വെച്ചേക്കുന്ന ആ ഒരു കവാടം സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് നക്ഷത്ര തടാകത്തിൻ്റെ പ്രധാനമായ ഒരു ഭാഗമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു പ്രതിമ ഇവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് നടക്കുമ്പോൾ അത് മുകളിലേക്ക് നോക്കുമ്പോൾ എല്ലാം ലൈറ്റുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു വ്യൂ പോയിൻ്റ് കൂടിയുണ്ട്. അത് നമുക്ക് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, കാരണം ഇതെല്ലാം നമ്മൾ നടന്ന് മുന്നോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. അപ്പോൾ അത് കണ്ടു നോക്കൂ കേട്ടോ. മുകളിലേക്ക് നോക്കിയാൽ നല്ല വർണ്ണാഭമായ കാഴ്ചയാണ് ഈ ഭാഗത്തുകൂടി പോകുമ്പോൾ കാണുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ, ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ്. അപ്പോൾ അത് മിസ് ചെയ്യാതെ കാണണേ.
ശരിക്കും ഞാനത് വീഡിയോൻ്റെ ആദ്യമേ പറയണ്ടായിരുന്നു തോന്നുന്നു. അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ അടുത്തായിട്ട് അപ്പുറത്ത് ഈ തടാകത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ടുള്ള നക്ഷത്രങ്ങളെയും അലങ്കാരങ്ങളെയും അതേപോലെ എക്സിബിഷൻ സെൻറ്ററും എല്ലാം നമുക്ക് മനോഹരമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നോക്കൂ, ഈ തടാകത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നല്ല അടിപൊളിയൊരു നക്ഷത്രമുണ്ട്. അത് തടാകത്തിൻ്റെ കറക്റ്റ് മിഡിൽ ഭാഗത്തായിട്ടാണ്. അത് നല്ല ലൈറ്റ് കൊണ്ട് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുവാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ നടുക്ക് നിൽക്കുന്ന ജ്വലിച്ച് നിൽക്കുന്ന നക്ഷത്രം. വീണ്ടും നമ്മളത് ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഇപ്പം എത്തും. ആ വ്യൂ പോയിൻ്റ് നിന്ന് കഴിഞ്ഞാൽ എക്സിബിഷൻ സെൻറ്ററും ഈ ഒരു നക്ഷത്ര തടാകത്തിൻ്റെ മൊത്തം സൗന്ദര്യവും ആ ഒരു പോയിന്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ നടക്കുന്നത്. ആ ഒരു മനോഹരമായ വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതെല്ലാം കേട്ടോ. എവിടെ നോക്കിയാലും സൗന്ദര്യം തന്നെയുള്ളൂ ഇവിടെ. പക്ഷേ ഞാൻ പറഞ്ഞ ആ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ ആ ഒരൊറ്റ വ്യൂ പോയിന്റിൽ നിന്ന് തന്നെ ഈ ഒരു തടാകത്തിൻ്റെ ചുറ്റുമുള്ള മനോഹരമായ കാഴ്ച വളരെ അടുത്ത് കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ നടക്കുന്ന വഴികളിലെല്ലാം ഈ ചെറിയ ചെറിയ വഴിയോര കച്ചവടവും എല്ലാം ഉണ്ട് കേട്ടോ. ഭയങ്കര ആക്റ്റീവാണ് ഇവിടെ. ഞാൻ നേരത്തെ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ നിന്ന് നോക്കിയാലുണ്ടല്ലോ നമുക്ക് ഈ നക്ഷത്രങ്ങളെ, ഈ തടാകത്തിന് ചുറ്റുമുള്ള നക്ഷത്രങ്ങളെയൊക്കെ വളരെ അടുത്ത് കാണുന്നത് മാത്രമല്ല, നമ്മുടെ സാന്താക്ലോസിനെയും അതുപോലെ തന്നെ എക്സിബിഷൻ സെൻറ്ററും എല്ലാം ഒരൊറ്റ വ്യൂ പോയിന്റിൽ നിന്നും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തേനല്ല, ഇതിന് മുമ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വാങ്ങിച്ചിട്ടില്ലേ? എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു പ്രാവശ്യം ഇതിന് വാങ്ങിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഇങ്ങനത്തെ ബലൂൺ, സ്മൈലി ബലൂൺസ് സൂപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കാണുന്നത് ആ ഒരു എക്സിബിഷൻ സെൻറ്ററാണ്. അപ്പോൾ നമ്മൾ നടക്കുന്നതിൻ്റെ നേരെ സൈഡില്ല, അപ്പോൾ നമുക്ക് അതിൽ കൂടി കാണാം. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു കപ്പൽ പോലെയൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, അതായത് കറങ്ങണ സാധനം. പിന്നെ ഇതുപോലെ കുട്ടികൾക്ക് കയറാൻ പറ്റി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ചെറിയ കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റിയത്. ഇതെല്ലാം നമ്മളത് ആ നക്ഷത്ര തടാകം എന്ന ഇതിലേക്കാണ് ആ ബോർഡിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞില്ലേ, മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല ലൈറ്റ്സ് ഒക്കെ ഉണ്ടെന്ന്. അതിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. പിന്നെ ഇതേപോലെ ഷാംപോലിൻ പോലെ കുട്ടികൾക്ക് ചാടി മറിയാനുള്ള കാര്യങ്ങൾ കുട്ടികൾക്കൊക്കെ തകർത്താഘോഷിക്കാം കേട്ടോ. അതേപോലെ തന്നെ മുതിർന്ന ആൾക്കാർക്ക് ഈ ഭംഗി കണ്ട് എൻജോയ് ചെയ്ത് അങ്ങനെ നടക്കാം. ഞാനും ഇങ്ങനെ ഇത് കണ്ടിങ്ങനെ സന്തോഷിച്ചിങ്ങനെ നടക്കുവാണ്. അതിൻ്റെ സൈഡിലൂടെ നമ്മൾ നോക്കുമ്പോൾ അത് ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് നമ്മുടെ തടാകത്തിൻ്റെ ചുറ്റുമുള്ള ആ നക്ഷത്രങ്ങളുടെ സുന്ദരമായ കാഴ്ചകളാണ്. വീണ്ടും നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ആ ബോർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങേയറ്റം വരെ പിന്നെ അങ്ങോട്ടേക്ക് ആകാശത്തിൽ നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്ന പോലെ തന്നെയുള്ളൊരു കാഴ്ചയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ച് മുന്നോട്ട് നടക്കണം നമ്മുടെ ആ വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട് കേട്ടോ. ആ വ്യൂ പോയിന്റിലേക്കുള്ള നടപ്പാണ് ഞാനും. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ സൈഡിൽ കാണുന്ന ആ ഒരു നക്ഷത്രങ്ങളുണ്ടല്ലോ, അത് ഈ തടാകം മൊത്തം കവർ ചെയ്ത് നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അങ്ങനെ ഇതുപോലെ നക്ഷത്ര തടാകം എഴുതിയേക്കണതിൻ്റെ ആ സൈഡിൽ കൂടി നോക്കുമ്പോഴും ഇത് തന്നെ കാണാം. ഇപ്പോൾ വീണ്ടും നടക്കുവാണ്. ഇവിടെ എവിടെ നോക്കിയാലും മനോഹര കാഴ്ചകളാണ് കേട്ടോ. വരൂ. അപ്പം ഞാൻ നടന്നു വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമുക്കിതേ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് കാണാൻ വരും കേട്ടോ. വീണ്ടും മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ഈ ബലൂൺസും ഐസ്ക്രീംസും എന്ന് വേണ്ട ഒരുപാട് ഐറ്റംസാണ്. ഇത് കണ്ട് നടന്നാലുണ്ടല്ലോ നമ്മൾ അറിയത്തേ ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് പോകണമെന്ന് നമ്മൾ അറിയില്ല. കാരണം അപ്പുറം ഇപ്പുറം കാണുന്ന ഒരു സൈഡിൽ മുഴുവൻ എക്സിബിഷനും മറ്റേ സൈഡിൽ മുഴുവനും നമ്മുടെ തടാകത്തിൻ്റെ ചുറ്റുമുള്ള ഭംഗിയുള്ള സുന്ദരമായ കാഴ്ചകളും. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അടിപൊളി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞില്ലേ, അവിടേക്ക് എത്താറായി. അവിടെയാണ് ആ കാണുന്ന പിങ്ക് ലൈറ്റ് ആണ് കേട്ടോ. മൊത്തത്തിൽ ലൈറ്റ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു സൂപ്പർ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സൂപ്പർ വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടെ ഒരു താഴത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പടിയുണ്ട്. അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ട് മരത്തിൻ്റെ ചോട്ടിൽ കുറച്ച് നല്ല ഭംഗിയുള്ള മരത്തിൻ്റെ ചോട്ടിലൊക്കെ അങ്ങനെ കെട്ടിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇരിക്കാനായിട്ട്. അവിടെ നോക്കുമ്പോൾ ആ പോയിന്റ് തന്നെ അതിമനോഹരമാണ്. അല്ല മജന്ത ഇങ്ങനെ നക്ഷത്രങ്ങളൊക്കെ വെച്ച്. ഇതാണ് ഞാൻ പറഞ്ഞ ഇറങ്ങി ചെല്ലുമ്പോൾ ആ ഒരു വഴി കേട്ടോ. നമുക്ക് നേരെ പോയാലും ഇതിൽ കൂടി പടികൾ വഴി ഇറങ്ങാം. ഇതിൽ കൂടി ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ, അവിടെ നോക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ചുറ്റും തടാകത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് കണ്ടോ, ആ ഒരു വ്യൂ പോയിന്റ് നോക്കുമ്പോൾ കാണുമ്പോൾ അതിമനോഹര കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ പ്രത്യേകം പറയുന്നത് വ്യൂ പോയിന്റ് മാത്രമല്ല ഇത് കാണാൻ പറ്റുന്നത്, തടാകത്തിന് എവിടെ നിന്നാലും കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നോക്കിക്കോളൂ. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഭയങ്കര സുന്ദരമായ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ നക്ഷത്രങ്ങൾ കൊണ്ട് മൊത്തം എല്ലാ സ്ഥലം നക്ഷത്രങ്ങളില്ലാത്ത ഒരു ഭാഗം പോലും ഇല്ല. അതിമനോഹരമാണ്. നോക്കിക്കോളൂ കാഴ്ചകളെല്ലാം. അപ്പം നമുക്കിത് കണ്ടിട്ട് വരാം.
ഈ ഒരു അടിപൊളി വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ എക്സിബിഷൻ സെൻറ്ററിലെ കാഴ്ചകളെല്ലാം വളരെ അടുത്ത് കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് എക്സിബിഷൻ സെൻറ്റർ. നമ്മൾ അവിടെ നിന്ന് കണ്ട എക്സിബിഷൻ സെൻറ്റർ പപ്പാഞ്ഞി കണ്ടോ, സാൻഡേ കണ്ടായിരുന്നോ, അതുപോലും നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നും അടുത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. എന്ത് ഭംഗിയാണ് ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ, ഞാൻ വ്യൂ പോയിന്റിൽ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. ഇത് അവിടെ മസ്റ്റ് സീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയ്ക്ക് ഭംഗിയെ കാണാനായിട്ട് കേട്ടോ വ്യൂ പോയിന്റ്. അവിടെ രണ്ടുമൂന്ന് മരങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ചോട്ടിലൊക്കെ നമുക്ക് ഇരിക്കാം കേട്ടോ. മീൻസ് അതിന് കെട്ടി ഇങ്ങനെ കരിങ്കൽ പട പോലെ കെട്ടി ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഈ തടാകത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ജ്വലിച്ചു നിൽക്കുന്ന ഒരു സിംഗിൾ നക്ഷത്രമുണ്ട്. അതിനെ നമുക്ക് വളരെ അടുത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച. ഈ വ്യൂ പോയിന്റിൽ നിന്നും ഇതാണ് കേട്ടോ വ്യൂ പോയിന്റ്. ആ മരത്തിൻ്റെ ചോട്ടിലൊക്കെ നമുക്ക് ഇരുന്ന കാഴ്ച കാണാൻ ഭയങ്കര തിളക്കമാണ് ഇവിടെ. ഇതാണ് കേട്ടോ പടികൾ. നമുക്ക് നേരെ വന്ന ഈ പടികളിൽ കൂടി തന്നെ ഇറങ്ങി വരാം. നേരത്തെ ഞാൻ കാണിച്ച ഷോർട്ട് കട്ടാണ്. ഇവിടെ നോക്കുമ്പോൾ ഒരു ഹോട്ടലുണ്ട്, അതിൻ്റെ പേര് കരിങ്ങൻസ് എന്നാണ്. അവിടെ നല്ല കരിമ്പിൻ ജ്യൂസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്നൊരു കരിമ്പിൻ ജ്യൂസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുടിച്ചു. നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ആ ഹോട്ടലിൽ നിന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഡിന്നർ കഴിക്കാമെന്ന്. അപ്പോൾ അവിടെ കയറി ഇവിടെ കരിമ്പിൻ ജ്യൂസ് കുടിക്കുകയാണ്. അതിൻ്റെ തന്നെ ഹോട്ടലായ കരിങ്ങൻസിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. എൻ്റെ പൊറോട്ടയും ചിക്കൻ കറിയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ വരെയുള്ളൂ ശരിക്കും ഈ നക്ഷത്ര തടാകം. അവിടെ നിന്നും തിരിച്ചിങ്ങോട്ടേക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നവർക്ക് ഈ നക്ഷത്ര തടാകം എന്ന് പറഞ്ഞ ബോർഡ് ആ സൈഡിലെ ഈ ഹോട്ടലിൻ്റെ താഴത്താണ് ആ സൈഡിലാണ് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു തടാകത്തിനെ ചുറ്റി അങ്ങോട്ട് പോകുന്നത് തന്നെയാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ച് നടന്നു എക്സിബിഷൻ്റെ കറക്റ്റ് സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അതേ നമ്മുടെ സാൻഡ അങ്ങനെ ബാക്ക് സൈഡിൽ ഭയങ്കര വലിയ രൂപമാണ്, അതങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇതാണ് ഡിസംബർ 31 രാത്രി 12 മണിക്ക് കത്തിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ഭയങ്കര എക്സിബിഷൻസിന് ഒരുപാട് തരത്തിലുള്ള കളിക്കാനുള്ള കാര്യങ്ങളും ആളുകൾക്ക് കയറാനുള്ളതും എല്ലാമായിട്ട് നല്ല തകൃതിയാവുകയാണ്. അപ്പോൾ നമുക്ക് സാൻഡീനെ കുറച്ചുകൂടി അടുത്ത് കാണാം. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നടക്കുവാണ്. അപ്പോൾ ഇതാണ് സാൻഡിയുടെ കറക്റ്റ് പിക്ചർ. ഭയങ്കര വലിപ്പത്തിലുള്ള സാൻഡിയാണ് കേട്ടോ. ഡിസംബർ 31 രാത്രി 12 മണിക്ക് ഈ സാൻഡീനെ കത്തിക്കുന്നത് കൂടിയാണ് ഈ മലയാറ്റൂർ താഴ്വാരത്തിലെ നക്ഷത്ര തടാകത്തിൻ്റെ ഈ ഒരു കാഴ്ചകൾക്കും ഈ ആഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, ഈ സാൻഡീനെ നോക്കൂ എന്ത് വലിപ്പത്തിലാണെന്ന്. അപ്പം ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ചുറ്റിക്കൊണ്ട് നടക്കുവാണ്. അപ്പം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുവാണ് ഈ കാഴ്ചകളുടെ വിശേഷങ്ങൾ വീണ്ടും പറയാനായിട്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇവിടുത്തെ ആഘോഷ പരിപാടികൾ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് കൂടിയുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കാണെങ്കിലും കയറാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഉണ്ട്, മുതിർന്നവർക്കും എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ മണപ്പാട്ട് ചിറ എന്നാണ് ഈ എക്സാക്റ്റ് ഈ സ്ഥലത്തിൻ്റെ പേര്. മലയാറ്റൂർ പള്ളിയുടെ താഴ്വാരത്തിലുള്ള. അപ്പോൾ ഇവിടെ നല്ലൊരു പാർക്കാണ് കേട്ടോ കുട്ടികൾക്കുള്ള. നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ്സ് കിട്ടുന്ന തരത്തിലുള്ള നല്ലൊരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ ഈ പാർക്കിലുള്ളത്. ഭയങ്കര വലിയ പാർക്കൊന്നുമല്ല, എന്നാൽ വലിയ ചെറുതുമല്ല, അങ്ങനെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള പാർക്കാണ്. നല്ല പുൽത്തകടികളൊക്കെ പിടിപ്പിച്ച് നല്ല കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാടല്ലെങ്കിലും ആവശ്യത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പാരൻസിന് ഇരിക്കാനായിട്ട്, കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് മാതാപിതാക്കൾക്ക് ഇരിക്കാനായിട്ടൊക്കെ നല്ല ഇരിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു പാർക്ക്. എനിക്ക് ഈ പാർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പാർക്ക് സെൽഫി എന്തായാലും മുടക്കണ്ട അല്ലേ. ഞാൻ അവിടെ വെച്ച് നല്ലൊരു സെൽഫി എടുത്തു. അപ്പം നല്ലൊരു സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ നേരെ എന്താണ്, ഇനി നേരെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് നടക്കാം. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. ഞാൻ എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നക്ഷത്ര തടാകത്തിൽ. അപ്പോൾ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണണം കേട്ടോ. ഡിസംബർ 31 രാത്രി 12 മണി വരെ ഇവിടെ ഉണ്ട് കാഴ്ചകൾ. അതിമനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. ഇവിടെ തന്നെ ഞാൻ കൈ പൊക്കിയാൽ മുഴുവനും നക്ഷത്രങ്ങളാണ് കേട്ടോ, കംപ്ലീറ്റ് നക്ഷത്രങ്ങളാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.